ഇസ്ലാം എല്ലാ അർത്ഥത്തിലും ലളിതമാണ്, സുന്ദരമാണ്. സനദ് സ്വീകരിച്ച് പുറത്തിറങ്ങുന്ന നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം, നിങ്ങളാരും ഇസ്ലാമിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതില്ല. അത് അത്ര സങ്കീർണതകളുള്ള മതമല്ല, അത് ലളിതമാണ്, സുന്ദരമാണ്. ഇസ്ലാമിനെ സങ്കീർണമാക്കാൻ പണ്ഡിതന്മാർ നടക്കുകയാണ്. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഫഖീഹ ഹുവല്ലദീ യുബീഹു ലിന്നാസി ബിദലീൽ. ആളുകൾക്ക് സ്വൈര ജീവിതം സാധ്യമാക്കി കൊടുക്കുന്നയാള്, പ്രമാണബദ്ധമായിട്ട് ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്ന, അനുവദിച്ചു കൊടുക്കുന്ന, ഹലാലാക്കി കൊടുക്കുന്നയാളാണ് പണ്ഡിതൻ. അമ്മ തഹരീം, കണ്ടതും കേട്ടതും ഒക്കെ പാടില്ല പാടില്ല ഹറാമാണെന്ന് പറയാൻ ഫൽകുല്ലു യഹ്സിനുഹു, അതെല്ലാവർക്കും പറ്റുന്ന പണിയാണ്, അതെല്ലാവർക്കും പറ്റും. അറിവില്ല, പക്ഷെ അറിവില്ല എന്ന് ഏറ്റു പറയാൻ ഒഴിവില്ല. എല്ലാം ഹറാം ഹറാം. ഇന്നിപ്പോ കുറച്ചു കാലായിട്ട് പറ്റൂല എന്ന് പറയുന്നവൻ മഹാപണ്ഡിതനായി തീരുകയാണ്. മാലിക് റളിയല്ലാഹു അൻഹു തുറന്നു പറയുന്നു, ആളുകൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു കൊടുക്കുന്നവനാണ് പണ്ഡിതൻ. അമ്മ തഹരീമു, ഹറാമാക്കൽ ഫയുഹ്സിനുഹു കുല്ലു, എല്ലാവർക്കും പറ്റും. അത് പറ്റൂല എന്ന് പറയാൻ എന്താ പണി? കാന യളല്ലു യഖൂലു ലാ അഅലം. ഒരിക്കൽ ഒരു സമസ്യ മുന്നിൽ വന്നപ്പോ മാലിക് റളിയല്ലാഹു അൻഹു, മദീനയുടെ ഇമാം, മുജ്തഹിദായ ഇമാം, എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എത്ര കാലം? ഒരു വർഷക്കാലം ചോദ്യകർത്താവിന് മറുപടി കൊടുക്കാതെ അതിന്റെ മറുപടി എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മാലിക് റളിയല്ലാഹു അൻഹു. അതിന് ബഹുമാനപ്പെട്ട ഇമാം പറയുന്ന കാര്യം, അതിനുള്ള കാരണം, എങ്ങനെയെങ്കിലും അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കണ്ടെത്തണം. ആ വഴി ഇച്ഛ കൊണ്ട് കണ്ടെത്തിയാൽ പറ്റൂല, തിരിച്ചറിവ് കൊണ്ട് പ്രമാണബദ്ധമായിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ആ വഴി അന്വേഷിച്ച് ഒരു കൊല്ലം നടന്നു, എന്നിട്ടാണ് ഇവന് ഉത്തരം കൊടുത്തത്. ഇതാണ് പണ്ഡിതന്മാരുടെ പരിപാടി. തോന്നിയതൊക്കെ പറയാനുള്ള ലൈസൻസ് അല്ല ഇത്. സുലൈമാൻ തൈമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൻ അഖത്ത ബിറുഖസി കുല്ലി ആലിമിൻ. ഏതെങ്കിലും ആലിമ് പറഞ്ഞതൊക്കെ ആശ്വാസത്തിന്റെ വഴികളൊക്കെ, അതൊക്കെ എല്ലാവർക്കും ആശ്വാസം തന്നെ, എല്ലാം ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇജ്തമഅ ഫീക ശർറു കുല്ലുഹു, എല്ലാ തിന്മയും നിന്നിൽ വന്ന് കുമിഞ്ഞുകൂടും. ഒക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാ തിന്മയും നിന്റെ തലയിൽ കുമിഞ്ഞുകൂടും. വമൻ ഗലാ ഫിൽ ഇഹ്തിയാത്ത്. ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്കം, സൂക്ഷ്മതയുടെ പേരിൽ, ദുഷ്കത്തിന്റെ പേരിൽ, വറയിന്റെ പേരിൽ ഒന്നും പാടില്ല എന്ന് ഉരുവ് നല്ലോണം അങ്ങോട്ട് പറഞ്ഞ് കടുപ്പിക്കുക. അത് പറ്റൂല ഉരുവ്. അങ്ങനെ വന്നാൽ അവൻ തീർക്കുന്ന ആശ്വാസത്തിന്റെ മതിലൊക്കെ വലുതാകും, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല. ഒക്കെ വളരെ പ്രാസമൊപ്പിച്ച് സാഹിത്യ ഭംഗിയോടുകൂടിയാണ് പറയുന്നത്. ഒമൻ അപ്പോ ദരിയത്ത് എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിന്റെ വഴി. ആശ്വാസത്തിന്റെ വഴികൾക്ക് മുമ്പിൽ അവൻ കെട്ടിയുണ്ടാക്കുന്ന മതിലിന്റെ ഉയരം കൂടും. അത് പറ്റൂല. എന്നാൽ ഒക്കെ ആവാമെന്ന് പറഞ്ഞിട്ട് യജൂസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യരുത്. അപ്പൊ പിന്നെ അവിടെയാണ് ഗ്രാഹ്യശേഷി ഫഹ്മ് വർക്ക് ചെയ്യേണ്ടത്.